അധ്യായം 9. ലിയോ സൈഫർ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷയിൽ താമരയെ നോക്കി നിൽക്കുകയാണ്. അവന്റെ താല്പര്യം കണ്ടപ്പോൾ താമരയ്ക്കും ആവേശമായി. ഈ ലോകം 4 ഘട്ടങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോഴുള്ളത് 4ാമത്തെ ഘട്ടത്തിലാണ്. നമുക്ക് മുകളിൽ ഇനിയും 3 ഘട്ടങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം കടന്നു പോകണമെങ്കിൽ നമുക്കൊക്കെ ഇനിയും 100 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നു പോകുന്നവർ ഒടുവിൽ അമരത്വം പ്രാപിച്ച് ദൈവതുല്യരാകും. ഇതിനെല്ലാം കാരണം നമ്മൾ ശേഖരിക്കുന്ന ലൈഫ് സെൽസ് ആണ്, അവൾ പറഞ്ഞു. ഈ ലോകത്തെക്കുറിച്ച് ഞാൻ അറിയേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട്, അവൻ ചിന്തിച്ചു. പെട്ടെന്ന് ലിയോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നു. അതിനല്ലേ എന്റെ കയ്യിൽ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ഉള്ളത്. അതുപയോഗിച്ച് ഞാൻ കൂടുതൽ സെൽ പോയിന്റുകൾ ശേഖരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. താമരയും ലിയോയും സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ അവിടെ ഉച്ചത്തിലുള്ള അലാറം മുഴങ്ങി. പടയാളികൾ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ അവരുടെ ആയുധവുമായി നഗരമധ്യത്തിലേക്ക് ചെന്നു. ദുർബലർ അവരുടെ സ്ഥലങ്ങളിൽ പോയി അഭയം പ്രാപിച്ചു. എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാകാതെ ലിയോ താമരയോട് ചോദിച്ചു. രാക്ഷസമൃഗത്തിനെ കണ്ടെത്തിയിട്ടുണ്ട്. പട്ടാളക്കാർ അതിനെ വേട്ടയാടാൻ വേണ്ടി പോവുകയാണ്. നീ നിന്റെ മുറിയിൽ പോയി സുരക്ഷിതനായിരിക്കും. ഞാനും മൃഗവേട്ടയ്ക്കായി പോകുന്നു, ലിയോയെ നോക്കി പറഞ്ഞിട്ട് താമര അവിടെ നിന്നും പോയി. റൈഡൻ നഗരത്തിന്റെ 3/4 ഭാഗവും ശൂന്യമായി. ലിയോ റൈഡനിൽ നിന്നും പുറത്തു കടക്കാനായി അവന് മുന്നിൽ കൂടി മാർച്ച് ചെയ്തു പോയ പട്ടാളക്കാരുടെ ഇടയിലേക്ക് കയറി. രാക്ഷസമൃഗത്തിന്റെ ആക്രമണത്തിനിരയായ പട്ടാളക്കാരെ റൈഡനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് അവൻ കണ്ടു. അമിതമായ രക്തസ്രാവം കാരണം അവരുടെ നില ഗുരുതരമാണ്. അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്ന പട്ടാളക്കാരിൽ ഒരാൾ വേട്ടയ്ക്കൊരുങ്ങി നിൽക്കുന്ന പടയാളികളെ നോക്കി വിളിച്ചു പറഞ്ഞു, വേഗം പോകൂ, നമ്മുടെ ആളുകൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. രാക്ഷസമൃഗം നമ്മുടെ സൈനികരെ ക്രൂരമായി ആക്രമിക്കുന്നു. സമയം കളയാതെ വേഗം ചെല്ല്. അയാൾ അലറി. ലിയോ ശ്വാസം അടക്കി പിടിച്ച് ആ കാഴ്ച നോക്കി നിന്നു. പെട്ടെന്ന് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടു. ലിയോ, നീ അവരുടെ കൂടെ പോകരുത്. ആ രാക്ഷസമൃഗം വളരെ അപകടകാരിയാണ്. അവരോടൊപ്പം പോയി നീ നിന്റെ ജീവൻ കളയരുത്. ചീനു മുന്നറിയിപ്പ് നൽകി. ഇല്ല ചീനു, എനിക്ക് അവരോടൊപ്പം പോകണം. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് കാണണം, ലിയോ പറഞ്ഞു. വേട്ടയാടുന്ന സ്ഥലത്ത് നിനക്ക് കണ്ട് ആസ്വദിക്കാനായി ഒന്നുമില്ല ലിയോ. വെറുതെ പോയി അപകടത്തിൽ ചാടാതിരിക്കേ, ചീനു അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ തമാശ കണ്ട് ആസ്വദിക്കാനല്ല ചീനു പോകുന്നത്, വേട്ടയാടാനാണ്, ലിയോ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്ത്, വേട്ടയാടാനോ? ചീനു ഞെട്ടലോടെ ചോദിച്ചു. അതെ, രാക്ഷസമൃഗത്തിനെ വേട്ടയാടാൻ, ചീനുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ലിയോ പട്ടാളക്കാരോടൊപ്പം റൈഡൻ നഗര കവാടം കഴിഞ്ഞ് പുറത്തേക്ക് പോയി. കുറച്ച് ദിവസങ്ങളായി കാട്ടിൽ ഒരു രാക്ഷസമൃഗം അലഞ്ഞു തിരിയുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കാട്ടിൽ പോകുന്ന മനുഷ്യരെ ആ ക്രൂരമൃഗം ഭയപ്പെടുത്തുകയും വേട്ടയാടി കഴിക്കുകയും ചെയ്തു. റൈഡൻ നഗരത്തിലെ മികച്ച പോരാളികളായ മൃഗലോചനൻ, വിപാശ, മുഷ്ടിവീരൻ, നികണ്ഠൻ തുടങ്ങിയവരടങ്ങുന്ന സൈന്യം എങ്ങനെയോ ആ രാക്ഷസ മൃഗത്തിന്റെ സ്ഥാനം കണ്ടെത്തി അതിനെ വേട്ടയാടാനായി വളഞ്ഞിരിക്കുകയാണ്. മൂവരുടെയും സൈന്യം 3 ദിശകളിൽ നിന്നായി ആ മൃഗത്തിനെ ആക്രമിക്കുന്നതിനായി വളഞ്ഞു. 3 പേരും ചേർന്ന് ആ മൃഗത്തിനെ ആക്രമിച്ചാലും അവസാനം അതിനെ ആരാണോ കൊല്ലുന്നത് അവർക്ക് മാത്രമേ സെൽ പോയിന്റുകളും ആത്മശക്തിയും ലഭിക്കുകയുള്ളൂ. ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും രാക്ഷസ മൃഗത്തിന്റെ അലർച്ച മുഴങ്ങി. മറുവശത്ത് ലിയോ പടയാളികളോടൊപ്പം കാട്ടിൽ കൂടി പോവുകയാണ്. ലിയോയ്ക്ക് പെട്ടെന്നൊരു ഭയം തോന്നി. അവൻ സൈന്യത്തിൽ നിന്ന് മാറി കാട്ടിലെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. ലിയോ, നീ എവിടേക്ക് പോകുന്നു? സൈന്യത്തിനോടൊപ്പം നിൽക്കുന്നതാണ് നിന്നെ സംരക്ഷിക്കാനുള്ള ഏക മാർഗമെന്നറിയില്ലേ? ചീനു അവനെ തടയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് എനിക്കറിയാം. നീ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുവോ? അവൻ ശാസനയോടെ ചീനുവിനെ നോക്കി പറഞ്ഞു. സ്വർണ്ണ കവചം വരട്ടെ, അവൻ ആജ്ഞാപിച്ചു. ആജ്ഞ അനുസരിച്ച് സ്വർണ്ണ കവചം അവന്റെ ശരീരത്തെ മൂടി. അവൻ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ദിശയെ ലക്ഷ്യമാക്കി വേഗത്തിൽ ഓടാൻ തുടങ്ങി. യുദ്ധകാഹളം മുഴങ്ങിയപ്പോൾ അപകടം മനസ്സിലാക്കിയ രാക്ഷസമൃഗം ഗുഹയ്ക്കുള്ളിൽ നിന്നും അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. ആ രാക്ഷസമൃഗത്തിന്റെ രൂപം കണ്ട് ഏവരും ഭയന്നുപോയി. എരുമയുടെ തലയും അരഭാഗം വരെ മനുഷ്യരുടെ ശരീരവും താഴ്ഭാഗം കുതിരയുടേതുപോലെ 4 കാലുകളോടും കൂടിയ ആ മൃഗത്തിന് ഏകദേശം 1500 കിലോ ഭാരവും 20 അടിയോളം ഉയരവുമുണ്ട്. ഇരുതല മൂർച്ചയുള്ള സ്വർണ്ണ കോടാലിയും കൈകളിൽ ഏന്തി നിൽക്കുന്ന അതിന്റെ ഭീകര രൂപം കണ്ട സൈനികർ ഭയത്തോടെ പിന്നിലേക്ക് ചുവടുവെച്ചു. എന്നാൽ മൃഗലോചനൻ ദേഷ്യത്തോടെ അവരോട് ആജ്ഞാപിച്ചു, വേട്ട തുടങ്ങട്ടെ. അത് കേട്ടതും പടയാളികൾ ആക്രോശിച്ചുകൊണ്ട് ആ രാക്ഷസ മൃഗത്തിന് നേരെ പാഞ്ഞെടുത്തു. ചില പടയാളികൾ അവർ ഇരിക്കുന്ന മൃഗത്തെ ഉപയോഗിച്ച് രാക്ഷസ മൃഗത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ മൃഗം തന്റെ സ്വർണ്ണ മഴു വീശിയപ്പോൾ പല സൈനികരുടെയും ശരീരങ്ങൾ 2 തുണ്ടായി. 1 മണിക്കൂറോളം ഓടിയ ലിയോ ഒരു വലിയ മലയുടെ അടുത്തെത്തി. വൈകാതെ അവൻ മല മുകളിലേക്ക് കയറി. എന്നാൽ അവിടെ നിന്ന് നോക്കിയപ്പോൾ അവൻ കണ്ട കാഴ്ച ഭയാനകരമായിരുന്നു. 1000കണക്കിന് പടയാളികൾ ആ രാക്ഷസ മൃഗത്തോട് മല്ലിടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ രാക്ഷസ മൃഗത്തിന്റെ വലിപ്പം കണ്ട ലിയോ ഞെട്ടിപ്പോയി. ലിയോ, ആ രാക്ഷസൻ എത്ര വലുതാണെന്ന് നീ കണ്ടില്ലേ? ആ മൃഗത്തിന്റെ കൈകളിൽ അകപ്പെട്ട് പകുതിയോളം സൈനികർ മരിച്ചു കഴിഞ്ഞു. ഇനി വൈകിട്ടില്ല ലിയോ. വേട്ടയാടാനുള്ള നിന്റെ തീരുമാനം ഉപേക്ഷിച്ച് നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴി നോക്ക്, ചീനു വീണ്ടും ലിയോയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു. ലിയോയ്ക്ക് മുന്നിലേക്ക് വെച്ച കാല് പിന്നോട്ടെടുത്ത് ശീലമില്ല. വേട്ടയാടുന്നതെല്ലാം എനിക്കിപ്പോൾ നിസ്സാരമാണ്. ഒറ്റവെട്ടിന് ആ മൃഗത്തിന്റെ കഥ ഞാൻ കഴിക്കും, ലിയോ പറഞ്ഞു. ചീനു ആശ്ചര്യത്തോടെ അവനെ നോക്കി. ഇത് നീ തന്നെയാണോ ലിയോ? ഇത്രയും ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചീനു ചോദിച്ചു. എന്റെ സ്വർണ്ണ കവചത്തിൽ നിന്ന്, ലിയോ ധാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ലിയോ, നീ എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ഈ പറയുന്നത്? ആ മൃഗത്തിന്റെ കോടാലിയുടെ വലിപ്പം നീ കണ്ടില്ലേ?
അതുകൊണ്ട് ഒറ്റ വെട്ട് കിട്ടിയാൽ മതി, നിന്റെ കവചം പിളർന്നു പോകും. ഞാൻ പറയുന്നത് കേൾക്കില്ലയോ, നമുക്ക് തിരിച്ചു പോകാം, ചീനു താക്കീതോടെ പറഞ്ഞു. ലിയോ അപ്പോഴും ആ മൃഗത്തിനെ നോക്കി നിൽക്കുകയാണ്. വേട്ടയാടുന്ന സ്ഥലത്ത് ഇരുതല മൂർച്ചയുള്ള തന്റെ മഴു വീശിക്കൊണ്ട് ആ മൃഗം ഒരു കൂട്ടം പടയാളികളുടെ ഇടയിലേക്ക് കുതിച്ചു ചാടി. മൃഗലോചനൻ തന്റെ മൃഗത്തെ ഉപയോഗിച്ച് രാക്ഷസ മൃഗത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. രാക്ഷസ മൃഗം കോടാലി മൃഗലോചനന്റെ നേരെ വീശിയപ്പോൾ മൃഗലോചനൻ തന്റെ ഇരട്ടത്തല വാൾ ഉപയോഗിച്ച് രാക്ഷസ മൃഗത്തിന്റെ കോടാലിയെ തടുക്കാൻ ശ്രമിച്ചു. രോക്ഷാകുലനായ രാക്ഷസ മൃഗം തന്റെ സർവ്വശക്തിയും എടുത്ത് മൃഗലോചനനെ ആക്രമിച്ചു. മൃഗലോചനൻ തന്റെ സവാരി മൃഗത്തിന്റെ പുറത്തു നിന്നും നിലത്തേക്ക് തെറിച്ചു വീണു. രാക്ഷസ മൃഗം മൃഗലോചനന്റെ സവാരി മൃഗത്തിന്റെ ശരീരം തന്റെ മഴു ഉപയോഗിച്ച് രണ്ടായി വെട്ടിമുറിച്ചു. അത് കണ്ട മൃഗലോചനന്റെ ഹൃദയം തകർന്നു. മൃഗലോചനൻ വീണത് കണ്ട പടയാളികളും പരിഭ്രാന്തരായി ചിതറിയോടി. മലമുകളിൽ നിന്നും ലിയോയും ഇതൊക്കെ കണ്ട് അമ്പരപ്പോടെ നിന്നു. എങ്ങനെയാണ് ഈ മൃഗത്തിന് ഇത്രത്തോളം ശക്തി ലഭിച്ചത്? ലിയോ സ്വയം അവനോട് തന്നെ ചോദിച്ചു. രാക്ഷസ മൃഗത്തിന്റെ ആക്രമണത്തിലൂടെ റൈഡൻ നഗരത്തിന് വീരന്മാരായ ഒരുപാട് യോദ്ധാക്കളെ നഷ്ടമായി. ശേഷിച്ചവർ ആ മൃഗത്തിനോട് പൊരുതി നിൽക്കാൻ ശക്തിയില്ലാതെ പിൻവാങ്ങാൻ തുടങ്ങി. പ്രധാന വേട്ടക്കാരായ വിപാശയും നികണ്ഠനും ആ ഭീകര മൃഗത്തിനോട് അവരുടെ കഴിവിന്റെ പരമാവധി ശക്തിയിൽ പോരാടി. പക്ഷെ അവർക്ക് ആ രാക്ഷസനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് അമ്പുകൾ ആ മൃഗത്തിന്റെ ദേഹത്ത് പതിച്ചെങ്കിലും അതിനൊരു പോറൽ പോലും ഏറ്റില്ല. അതിന്റെ തൊലി വളരെ കട്ടിയുള്ളതായിരുന്നു. അതിന്റെ കാലുകളെ ബന്ധിക്കൂ, വിപാശ അവളുടെ പട്ടാളക്കാരോട് ആജ്ഞാപിച്ചു. ആജ്ഞ കേട്ടതും പട്ടാളക്കാർ ആ മൃഗത്തിന്റെ പിൻകാലുകളെ വലിയ കയറുകൾ ഉപയോഗിച്ച് കെട്ടാൻ ശ്രമിച്ചു. കലി കയറിയ രാക്ഷസ മൃഗം തന്റെ കാലുകൾ വലിച്ചെടുത്തതിനൊപ്പം പിന്നിൽ നിന്ന പട്ടാളക്കാരെ ചവിട്ടി ദൂരെ എറിഞ്ഞു. അത് കൂടുതൽ അക്രമാസക്തനായി അലറി വിളിച്ചുകൊണ്ട് അതിന്റെ മുന്നിൽ കണ്ട എല്ലാവരെയും മഴുകൊണ്ട് വെട്ടിക്കീറി മുന്നേറി. യുദ്ധക്കളം രക്തവർണമായി. ചിന്നി ചിതറിയ ആയുധങ്ങളും നിർജീവമായ ശരീരങ്ങളും കൊണ്ട് യുദ്ധഭൂമി നിറഞ്ഞു. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാക്ഷസ മൃഗത്തിനെ കണ്ട മൃഗലോചനൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, വേഗം ചുറ്റി വളഞ്ഞ് ആക്രമിക്കൂ. ബാക്കിയുള്ള പട്ടാളക്കാർ അവന്റെ കൽപ്പന അനുസരിച്ച് ആ മൃഗത്തെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ അതിനെ ചുറ്റി വളഞ്ഞാക്രമിച്ചു. ലിയോ അവിടേക്കെത്തി. ലിയോ, ഞാൻ പറയുന്നത് കേൾക്ക്, അവിടേക്ക് പോകണ്ട, അപകടമാണ്, ചീനു അവന്റെ തോളിലിരുന്ന് ഭയത്തോടെ പറഞ്ഞു. ലിയോ അത് അവഗണിച്ച് മുന്നോട്ട് നടന്നു. തന്റെ വളർത്തു മൃഗത്തെ നഷ്ടപ്പെട്ടതിൽ കുപിതനായ മൃഗലോചനൻ അവന്റെ ആത്മശക്തി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ജീവനെടുക്കാൻ ശേഷിയുള്ള അസ്ത്രം വരട്ടെ, മൃഗലോചനൻ പറഞ്ഞു. പെട്ടെന്ന് വിചിത്രവും ശക്തവുമായ വലിയൊരു അസ്ത്രം അവന്റെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടു. വിപാശയും നികണ്ഠനും ആശ്ചര്യത്തോടെ നോക്കി. ജീവനെടുക്കുന്ന അസ്ത്രം? ഇരുവരും ഒരുപോലെ പറഞ്ഞു. ഇതുപോലെ ഒരിക്കൽ ഒരു രാക്ഷസനെ കൂട്ടമായി വേട്ടയാടിയപ്പോൾ മൃഗലോചനൻ അവസാനം ആ രാക്ഷസ മൃഗത്തെ കൊല്ലുകയും അതിന്റെ ആത്മശക്തി നേടിയെടുക്കുകയും ചെയ്തു. റൈഡൻ നഗരത്തിലെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇത്തരം ശക്തമായ ആത്മശക്തികളുള്ളൂ. അവരിൽ പ്രമുഖനാണ് മൃഗലോചനൻ. മൃഗലോചനൻ ആത്മശക്തി ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് കണ്ട അവന്റെ സുഹൃത്തായ സെമ്പിയൻ അവനെ തടഞ്ഞു. അരുത് മൃഗ, നിനക്കൊരിക്കൽ മാത്രമേ ആ ആത്മശക്തി ഉപയോഗിക്കാൻ കഴിയൂ. നിനക്കതിനെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ആത്മശക്തി പാഴായി പോകും, സെമ്പിയൻ മുന്നറിയിപ്പോടെ പറഞ്ഞു. പക്ഷെ മൃഗലോചനൻ സെമ്പിയന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് അസ്ത്രം വില്ലിൽ തൊടുത്ത് ആ മൃഗത്തിനെ ലക്ഷ്യമാക്കി ചെയ്തു. വായുവിൽ ചുവന്ന മിന്നലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ആ അസ്ത്രം പാഞ്ഞു ചെന്ന് ഓടിക്കൊണ്ടിരുന്ന രാക്ഷസന്റെ ദേഹത്ത് തുളച്ചു കയറി. വലിയ ഒരു അലർച്ചയോടെ ആ രാക്ഷസ മൃഗം നിലം പതിച്ചു. അസ്ത്രം തുളച്ചു കയറിയ ഭാഗത്ത് വലിയൊരു ദ്വാരം രൂപപ്പെട്ടു. നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആ മൃഗം പിടഞ്ഞുകൊണ്ടിരുന്നു. എന്റെ കൺമുന്നിലിട്ട് എന്റെ വളർത്തു മൃഗത്തിനെ കൊല്ലാൻ നിനക്ക് അത്ര ധൈര്യമോ? നീ ചാവടാ, മൃഗലോചനൻ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. മൃഗലോചനൻ ഒറ്റയ്ക്ക് ആ ജന്തുവിനെ വീഴ്ത്തിയത് കണ്ട എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. രാക്ഷസ മൃഗത്തിനെ കൊല്ലാൻ കഴിയാത്തതിൽ വിപാശയും നികണ്ഠനും അസ്വസ്ഥരായി. ഇപ്രാവശ്യം മൃഗലോചനന് തന്നെ രാക്ഷസനെ കൊല്ലാനുള്ള ഭാഗ്യം കിട്ടി. എല്ലാ വേട്ടക്കാരിലും മികച്ചവൻ അവനാണെന്ന് ഒരു പ്രാവശ്യം കൂടി മൃഗൻ തെളിയിച്ചു, നികണ്ഠൻ പറഞ്ഞു. വിപാശ അത് അംഗീകരിക്കാൻ മടിയുള്ളതുപോലെ നിന്നു. ഷേ, ആ മൃഗലോചനൻ ആ രാക്ഷസ മൃഗത്തിനെ കൊന്ന് നമുക്ക് കിട്ടേണ്ട പോയിന്റുകൾ സ്വന്തമാക്കാൻ പോകുന്നു, ലിയോ പറഞ്ഞു. അതൊരു കണക്കിന് നന്നായി ലിയോ. ആ മൃഗലോചനന് കിട്ടേണ്ട പോയിന്റുകൾ നീയെങ്ങാനും സ്വന്തമാക്കിയാൽ അവൻ നിന്നെ വെറുതെ വിടില്ല, നിന്നെ തേടി വന്ന് കൊന്നുകളയും, ചീനു പറഞ്ഞു. എല്ലാവരും വീണ് കിടക്കുന്ന മൃഗത്തെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ആ മൃഗം തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് ഗോളം വിപാശയുടെ നേരെ എറിയാൻ ശ്രമിച്ചത് ലിയോ ശ്രദ്ധിച്ചു. അവൻ പെട്ടെന്ന് പറഞ്ഞു, കുന്തം വരട്ടെ. അവൻ വേട്ടയാടിയ ചെമ്പൻ പല്ലുള്ള പൂച്ചയിൽ നിന്നും ലഭിച്ച ആത്മശക്തിയായിരുന്നു ആ കുന്തം. മൃഗത്തെ കൊന്നതിന്റെ ആഹ്ലാദത്തിൽ എല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കെ വിപാശയെ രക്ഷിക്കാനായി ലിയോ കുന്തം വായുവിൽ ചുഴറ്റി മൃഗത്തിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ലിയോ എറിഞ്ഞ കുന്തം ആ മൃഗത്തിന്റെ തലയിലേക്ക് തുളച്ചു കയറി. ഒന്ന് പിടഞ്ഞുകൊണ്ട് അതിന്റെ ദേഹം നിശ്ചലമായി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആ കുന്തം എവിടെ നിന്ന് വന്നു എന്ന അമ്പരപ്പോടെ ചുറ്റും നോക്കി. ഒടുവിൽ എല്ലാവരുടെയും കണ്ണുകൾ കുന്നിന്റെ മുകളിൽ നിന്നിരുന്ന സ്വർണ്ണ കവചം ധരിച്ചിരിക്കുന്ന മനുഷ്യനിൽ ഉടക്കി. അങ്ങനെ അവിടെ കൂടിയിരുന്നവർക്ക് കുന്തം വന്ന വഴി മനസ്സിലായി. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന താമര സ്വർണ്ണ കവചം ധരിച്ചു നിൽക്കുന്ന മനുഷ്യനെ കണ്ടു ഞെട്ടി. സൂര്യൻ, അവനെങ്ങനെ അവിടെ എത്തി? അവൾ ആശ്ചര്യത്തോടെ പറഞ്ഞു. സ്വർണ്ണ കവചം ധരിച്ച മനുഷ്യൻ രാക്ഷസ മൃഗത്തിനെ കൊലപ്പെടുത്തിയെന്ന സത്യം മനസ്സിലാക്കിയ റൈഡനിലെ പട്ടാളക്കാർ ഞെട്ടി. മൃഗലോചനൻ കോപം കൊണ്ട് വിറച്ചു. അവന് കിട്ടേണ്ട പോയിന്റുകളാണ് സ്വർണ്ണ കവചം ധരിച്ച ആ അജ്ഞാതൻ തട്ടിയെടുത്തത്.
ആ ദേഷ്യത്തിൽ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അവനെ കൊല്ല്, രക്ഷപ്പെടാൻ അനുവദിക്കരുത്. മൃഗലോചനൻ അവിടെ കണ്ട ഒരു ജന്തുവിന്റെ പുറത്ത് കയറി പട്ടാളക്കാരോടൊപ്പം ലിയോ നിൽക്കുന്ന കുന്നിനെ ലക്ഷ്യമാക്കി കുതിച്ചു. ഈ നഗരത്തിൽ മൃഗയേക്കാൾ മികച്ച ഒരു പോരാളി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കാര്യം. ശക്തരായ പോരാളികൾ ഉണ്ടെങ്കിലേ മത്സരിക്കാൻ ഒരു ഊർജം കിട്ടൂ. നികണ്ഠനെ നോക്കി വിപാശ പറഞ്ഞു, ആ രാക്ഷസ മൃഗത്തെ ഞാൻ കൊന്നു ചീനു. ഇത്രയും ചെറിയ ഞാൻ അത്രയും വലിയ രാക്ഷസനെ കൊന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് അതിനെ കൊല്ലാൻ മാത്രം ശക്തിയുണ്ടോ? ലിയോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പറഞ്ഞു. ലിയോ, ഇപ്പൊ നിന്റെ വിജയം ആഘോഷിക്കാനുള്ള സമയമല്ല. ആ മൃഗലോചനൻ എങ്ങാനും വന്നാൽ നിന്നെ കൊന്നുകളയും. നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ചീനു പരിഭ്രമത്തോടെ പറഞ്ഞു. ലിയോയ്ക്കും അപകടം മനസ്സിലായി. ആ മൃഗത്തിന്റെ കയ്യിൽ നിന്നും അപ്രത്യക്ഷമായ സ്വർണ്ണമഴു ലിയോയുടെ കയ്യിൽ പ്രത്യക്ഷമായി. അവന്റെ മുന്നിൽ തെളിഞ്ഞ മാജിക് സ്ക്രീനിൽ നിന്നും ആ സ്വർണ്ണമഴുവും ആ മൃഗത്തിന്റെ ആത്മശക്തിയും അവന് ലഭിച്ചെന്ന് മനസ്സിലായി. ആ മൃഗത്തിന്റെ മാംസം കഴിച്ചിരുന്നുവെങ്കിൽ സെൽ പോയിന്റുകൾ കൂടുമായിരുന്നു. പക്ഷേ അവൻ അതിന് കഴിഞ്ഞില്ല. എന്നാലും എന്റെ ലിയോ, നിന്റെ ഭാഗ്യത്തെക്കുറിച്ച് പറയാതെ വയ്യ. ഇങ്ങനെ ഒരു രാക്ഷസ മൃഗത്തിനെ കൊല്ലാനും അതിന്റെ ആയുധവും ആത്മശക്തിയും സ്വന്തമാക്കാൻ കഴിയുക എന്നത് നിധി കിട്ടുന്നതിന് തുല്യമാണ്. നീ ഇതൊക്കെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത്? ചീനു ഓടിക്കൊണ്ടിരുന്ന ലിയോയുടെ തോളിൽ അള്ളി പിടിച്ചിരുന്നുകൊണ്ട് ചോദിച്ചു. അതിനെക്കുറിച്ചെല്ലാം നമുക്ക് പിന്നീട് ആലോചിക്കാം. ആദ്യം അവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം. ചീനുവിനോട് പറഞ്ഞുകൊണ്ട് ലിയോ കയ്യിലിരുന്ന സ്വർണ്ണ കോടാലി മുറുകെ പിടിച്ചു. എന്നാൽ അതിന്റെ ഭാരം അവന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതും ചുമന്നുകൊണ്ട് അവന് വേഗത്തിൽ ഓടാൻ കഴിഞ്ഞില്ല. മൃഗലോചനനും പട്ടാളക്കാരും ആക്രോശത്തോടെ അവൻ അടുത്തെത്തി. മൃഗലോചനന്റെ കൈകൊണ്ട് ലിയോയുടെ മരണമുറപ്പിച്ചു.